പുതിയൊരു അന്താരാഷ്ട്ര റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് ഇങ്ങനെ ശക്തമായ രൂപത്തിൽ ഇറാനുമേൽ ആക്രമണം തുടർന്നാൽ ഇറാൻ തിരിച്ചടിക്കുന്നതിൻ്റെ ദിശ മാറ്റിപ്പിടിക്കും എന്ന് വ്യക്തമായ സൂചന നൽകിയതായിട്ടാണ് അറിയുന്നത്. അതായത് യൂറോപ്യൻ മേഖലകളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുമെന്ന് ഇറാൻ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ യൂറോപ്പിൽ എവിടെ? അത് തെക്ക് കിഴക്കൻ യൂറോപ്പിലായിരിക്കും. അതെവിടെയാണ് ഉദ്ദേശിക്കുന്നത്? ബൾഗേറിയ, സൈപ്രസ് തുടങ്ങിയ മേഖലകളെ ആയിരിക്കും ആദ്യം ആക്രമിക്കുക എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഫിനാൻഷ്യൽ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് നൽകുകയാണ്. അതേ സൂചിപ്പിച്ചുകൊണ്ട് നാറ്റോ സഖ്യം ശക്തമായ മറുപടിയുമായും രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ ആക്രമണവുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ എന്തെങ്കിലും തരത്തിൽ ആക്രമണവുമായി ഇറാൻ വന്നാൽ തിരിച്ചടിക്കാൻ തയ്യാറായി, ഏതു സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി നാറ്റോ രാജ്യങ്ങൾ നിൽക്കുകയാണെന്ന തിരിച്ചടിയും സഖ്യം പറയുകയാണ്. യൂറോപ്പിനെക്കുറിച്ച് ഇങ്ങനെയുള്ള കിംവദന്തികൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ചെങ്കടലിലേക്ക്, ഈ അറബിക്കടലിൽ നിന്ന് ചെങ്കടലിലേക്ക് കടക്കുന്നൊരു ഭാഗമുണ്ട്, ബാബൽ മന്ദബ്. ആ ഭാഗം മുഴുവനായിട്ട് ഹൂത്തികൾ ആക്രമിച്ച് നിയന്ത്രണത്തിൽ കൊണ്ടുവരും എന്നൊരു ഭീഷണി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനെതിരെ യമൻ ഗവൺമെൻറ് തന്നെ ഹൂത്തികൾക്ക് മുന്നറിയിപ്പ് നൽകിയതായി മറ്റൊരു റിപ്പോർട്ടും പറയുകയാണ്. ഇനി ഈ കടലിൻ്റെ കിടപ്പ് അറിയാവുന്നവർ ആ ഗ്രാഫൊക്കെ ഒന്ന് മനസ്സിലേക്ക് ആലോചിച്ച് നോക്കൂ. ഹോർമൂസ് കടലിടുക്കോ ഇങ്ങനെ കിടക്കുന്നു. മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ ലോകം ബുദ്ധിമുട്ടിലാവുന്നു. പിന്നെയുള്ള ഒരേ ഒരു വഴിയായി ഈ പ്രദേശത്ത് തന്നെ ഉള്ളത് അറബിക്കടലിൽ നിന്ന് സുയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടലിലേക്ക് പോകാനും പിന്നെ അറ്റ്ലാന്റിക്കിലേക്ക് കടക്കാനും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു സ്ട്രെയിറ്റ് കടലിടുക്കാണ് ഈ ബാബൽ മന്ദബ്. അതുകൂടി അടയ്ക്കാൻ ശ്രമിച്ചാലോ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചാലോ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ദിവസം UAE ഡിറ്റക്റ്റ് ചെയ്ത മിസൈലുകൾ ഇറാൻ്റെ ഭാഗത്തു നിന്നല്ല എന്നാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറയുന്നത്. മാത്രമല്ല അമേരിക്കൻ സൈനിക ശക്തിയെ സഹായിക്കുന്ന തരത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഒരു സഹായവും ചെയ്തു കൊടുക്കരുതെന്ന് ഇറാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. UAE നിന്ന് ഇന്ന് വന്നിരിക്കുന്ന ഒരു അറിയിപ്പ്, അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇറാനുമായിട്ടുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾക്ക് തൽക്കാലം വിട നൽകിയിരിക്കുകയാണ് എന്നാണ്. അതിൻ്റെ വോള്യൂം എത്രയാണ്, എത്ര വലിയ തുകയുടെ ഇടപാടുകളാണ് നടക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമല്ലെങ്കിലും ഇതുവരെ തുടർന്നു വന്നിരുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് തൽക്കാലം ഒരു വിരാമമിടുന്നു എന്നാണ് അറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ റിപ്പോർട്ടിന് വളരെ വലിയ പ്രാധാന്യം ഇന്ന് നൽകുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 19 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞാൽ സുഹൈൽ നക്ഷത്രം വരവായി. അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു, ഈ കൊടും ചൂടിന് ശമനമുണ്ടാകുന്ന ഘട്ടത്തിലേക്ക് തിരിയുന്നതിന് വേണ്ടി. ഓഗസ്റ്റ് 24 വൈകുന്നേരം സുഹൈൽ നക്ഷത്രം പ്രത്യക്ഷപ്പെടുമെന്നും പിന്നീട് അങ്ങോട്ടുള്ള 40 ദിവസം ചൂട് കുറഞ്ഞ് ശൈത്യകാലത്തിലേക്ക് പ്രവേശിക്കുന്ന ട്രാൻസിഷനിലേക്ക് പോകുമെന്നും എല്ലാവരും വിശ്വസിക്കുന്നു. Night updates supported by Gold Star Rent-A-Car, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Al Nasood Cargo, Fira Foods, Explore Education, Impulse Warehouse, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Hashim Hypermarket.